സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ കൂടി ചേരുന്നുണ്ട്. മിനിസ്റ്റർ 260 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഒടുവിൽ കോടതിയുടെ ഇടപെടൽ കേരളത്തിന്റെ നിരന്തരമായ ആവശ്യം 2221 കോടി രൂപയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതാകട്ടെ അതിൽ നിന്ന് 1960 കോടി രൂപ കുറവുള്ള ഒരു തുകയാണ് ലഭിച്ചിരിക്കുന്നത്. നീതികരമായ ഒരു ഇടപെടലാണോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? കേരളത്തോടുള്ള അവഗണന തുടരുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. മറ്റിതര സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച തുക എടുത്ത് പരിശോധിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ തുകയാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അവർ ചോദിച്ചതിനപ്പുറമുള്ള തുകയാണ് മറ്റു പല സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ളത്. നമ്മൾ 2221 കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ കേവലം 261 കോടി രൂപ തരുന്നു എന്ന് പറയുന്നത് നമ്മളെ പരിഹസിച്ചുകൊണ്ട് തരുന്ന അവഗണനയുടെ രൂപമാണ്. അതാണ് തോന്നുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് മുഴുവൻ കണ്ട് നേരിട്ട് പോയപ്പോൾ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഈ കാര്യത്തിൽ 1 വർഷവും 3 മാസവും കഴിഞ്ഞതിന് ശേഷം എത്രയോ പ്രാവശ്യം കേരളത്തിന്റെ കടുത്ത സമ്മർദ്ദവും പൊതുജനപക്ഷവും എല്ലാം വളർന്നു വന്നതിന് ശേഷമാണ് ഇപ്പൊ 2221 കോടി രൂപ ആവശ്യപ്പെട്ടുകൊടുത്ത് ഈ ചുരുങ്ങിയ പൈസ ഇപ്പൊ നമുക്ക് തരുന്ന രൂപത്തിലേക്ക് എത്തിച്ചത്. അങ്ങേയറ്റത്തെ അവഗണനയാണ് കേന്ദ്രം. ഇതെന്ന് മാത്രമല്ല, വിവിധ വിഷയങ്ങളോട് കേരളത്തോട് കാണിക്കുന്ന അവഗണന തുടരുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഈ രംഗത്ത് ഇപ്പൊ പ്രകടമാകുന്നത്. പ്രധാനമന്ത്രി നേരിട്ടെത്തി കണ്ടതാണ്. അവിടെ 400 പേരുടെ ജീവൻ നഷ്ടമായി എന്ന് പറയുമ്പോൾ തന്നെ ആ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയുന്നതാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തി കണ്ടതാണ് അവിടുത്തെ ജനങ്ങളുടെ സങ്കടം. അവിടെ എങ്ങനെയാണ് ഇനിയൊരു പുനർനിർമ്മാണം ഉണ്ടാകേണ്ടത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ കൂടിയാണ് പ്രധാനമന്ത്രി. അപ്പോൾ കേരളം ആവശ്യപ്പെട്ട തുക അതിൽ എത്രയോ കുറവ് തുക കേരളത്തിനായി അനുവദിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ അവർ ഈ വസ്തുതകളൊക്കെ പഠിച്ച് പ്രകൃതി പഠനാഘാത റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ച് ആ തുക ആവശ്യപ്പെട്ടത് കൃത്യമായി ബി.ജെ.പി. ഭരിക്കുന്ന സർക്കാരുകൾക്ക് അനുവദിക്കുന്നു. ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ടുള്ള ആ ഒരു രാഷ്ട്രീയം മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നിശ്ചയമായും ഇപ്പൊ ആസാമിന് 1270 കോടി രൂപയാണ് അനുവദിച്ചത്. ഹിമാചൽ പ്രദേശിന് 1000-ൽ പരം കോടി രൂപയാണ് അനുവദിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായ ദുരന്തവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തരമൊരു ദുരന്തം മറ്റൊരു സ്ഥലത്തും ഉണ്ടായില്ല. സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് കേരളത്തിലുണ്ടായത്. 2-3 പഞ്ചായത്തുകളാകെ ഒലിച്ചു പോവുകയും വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും 297 പേർ മണ്ണിനടി പോവുകയും ചെയ്ത സാഹചര്യം സമാനതകളില്ലാത്ത നാട് ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് കേരളത്തിലുണ്ടായത്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഉത്തരാഖണ്ഡിന് അനുവദിച്ചു 1600-ൽ പരം കോടി രൂപ, 1270 ആസാമിന് അനുവദിച്ചു. അതേപോലെ തന്നെ നേരത്തെ തന്നെ മറ്റിതര സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച് നമ്മൾ കണ്ടു. ഇത്തരം കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ ഈ 1 വർഷവും 3 മാസവും കഴിഞ്ഞതിന് ശേഷം നിരവധി സമ്മർദ്ദവും നിവേദനവും പ്രക്ഷോഭവും എല്ലാം വളർന്നു വന്നതിന് ശേഷം പേരിന് മാത്രം നാമമാത്രമായി കേരളത്തെ ഈ രൂപത്തിൽ സഹായിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ എല്ലാ അവഗണനയും അതേ രൂപത്തിൽ തുടരുന്നുള്ള സൂചനകൾ തന്നെയാണ് കാണുന്നത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ശരി, വളരെ നന്ദി മന്ത്രി വി.എൻ. വാസവൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.